യേശുദാസും ജയചന്ദ്രനും ഇവർ രണ്ടുപേരും മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത രണ്ട് ഗായകരാണ്, പ്രശസ്തരായ ഗായകരാണ്. മലയാളത്തിൽ ഒരുപാട് കാലം ഇവർ പാടി. പക്ഷേ ഇവരിൽ ജയചന്ദ്രന് പാട്ട് ഒരുപാട് കുറഞ്ഞു പോയി മലയാളത്തിൽ. രണ്ടുപേരും പാട്ട് കേൾക്കാൻ നല്ല രസമല്ല, നല്ല രസമാണ് രണ്ടുപേരും പാട്ട്. പക്ഷേ ജയചന്ദ്രന് പാട്ട് കുറഞ്ഞു, വളരെ കുറഞ്ഞു മലയാളത്തിൽ. പക്ഷേ ദാസേട്ടന് പാട്ട് കൂടുതലും വന്നു. അതെന്താണ് അതിൻ്റെ കാരണം എന്നിപ്പോൾ പല ആളുകളും ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുഖ്യ കാരണം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ദാസിൻ്റെ സൗണ്ടിൽ പാടുമ്പോൾ, പ്രേംനസീറിന് വേണ്ടി യേശുദാസ് പാടുമ്പോൾ ഈ പ്രേംനസീർ പാടുന്നതായിട്ട് നമുക്ക് തോന്നും. ശരിക്കും പ്രേംനസീറാണ് അത് പാടുന്നതായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ പ്രേംനസീർ പാടുന്ന ഒരാളായിരുന്നു, പക്ഷെ അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടില്ല. കാരണം ഇന്നത്തെ കാലഘട്ടമല്ല, അന്ന് യേശുദാസിൻ്റെ സൗണ്ടും ജയചന്ദ്രൻ്റെ സൗണ്ടൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ നായകനായ ആളുടെ ആ സൗണ്ട് നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ നായകന്മാരും പാടും. മോഹൻലാൽ പാടി ഹിറ്റാക്കിയിട്ടുണ്ട്, ദുൽഖർ സൽമാൻ പാടി ഹിറ്റായിട്ടുണ്ട്, ധനുഷ് പാടി ഹിറ്റായിട്ടുണ്ട്, പിന്നെ നമ്മുടെ പൃഥ്വിരാജ് പാടിയിട്ടുണ്ട്. അപ്പം അവരൊക്കെ പാടിയാലും ഇന്ന് അംഗീകരിക്കും. അങ്ങനെ മുഴുനീളമായിട്ട് പാടാനല്ല, എല്ലാ കഥാപാത്രത്തിനും പാടാനല്ല, അവരൊക്കെ ഇടയ്ക്ക് പാടിയാൽ അംഗീകരിക്കും. പക്ഷേ പ്രേംനസീറിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ മിണ്ടിക്കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ അംഗീകരിക്കില്ല. കാരണം യേശുദാസും ജയചന്ദ്രനും ഒക്കെയാണ് അവരുടെ മനസ്സിലിരിക്കുന്നത്. അതിന് മുമ്പ് പാടിയ ആളുകളുണ്ട്. അപ്പോൾ അതിനുശേഷം പ്രേംനസീറൊക്കെ ശരിക്കും ഷൈൻ ചെയ്ത് വന്ന സമയത്തൊക്കെ ഇവരൊക്കെയാണ് പാടുക. അപ്പോൾ ഇവരുടെ സ്വരമല്ലാതെ പുതിയൊരു സ്വരം പ്രേംനസീറിൻ്റെ ആണെങ്കിലും അവർക്ക് ചിലപ്പോൾ ജനങ്ങൾ അംഗീകരിക്കില്ല. അപ്പോൾ അങ്ങനെ ഈ പ്രൊഡ്യൂസേഴ്സും സംവിധായകരൊക്കെ അപ്പോൾ ഈ മാച്ചിങ് രസകരമാകുന്ന ആസ്വാദനം ഇതിൻ്റെ ഭാഗമായിട്ട് പ്രേംനസീറിൻ്റെ സിനിമകളൊക്കെ വരുമ്പോൾ, കാരണം ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിക്കുന്നത് പ്രേംനസീറുള്ള ഏതാണ്ട് 600-ൽ പരം സിനിമകൾ അഭിനയിച്ചു കഴിഞ്ഞല്ലോ നായകനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് പാടാൻ വേണ്ടി എപ്പോഴും യേശുദാസിനെ ആയിരിക്കും ഇവർ തിരഞ്ഞെടുക്കുന്നത്. കാരണം നല്ല മാച്ചാണ്, നല്ല ശരിക്കും ആസ്വദിക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണയിൽ പടം വിജയിക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ അങ്ങനെ ആയിരിക്കും അത് ഉപയോഗിക്കുന്നത്. അവിടെ ജയചന്ദ്രന് വർക്ക് കുറയാണ്. പിന്നെ യേശുദാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വളരെ കഠിന പ്രയത്നം ചെയ്ത് പട്ടിണി കിടന്ന് ആണ് പുള്ളിയുടെ ചരിത്രം വളർന്നു വന്നിട്ടുള്ള ആളാണ്. പക്ഷേ ജയചന്ദ്രൻ അങ്ങനെ വന്ന ആളല്ല, അദ്ദേഹം ഒരു നമ്പൂരി ഇല്ലത്ത് നിന്ന് വന്ന ഒരാളാണെന്നുള്ളതാണ്. കാരണം പുള്ളിക്കാരൻ വലിയൊരു തിരക്കേടില്ലാത്ത ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹത്തിന് ആ ഒരു ഇതുണ്ട്. പിന്നെ പുള്ളി ആരെയും കൂസുന്ന ആളല്ല, ആരെയും ഒന്നും അങ്ങനെ അങ്ങോട്ട് വക വെച്ചു കൊടുക്കുന്ന ആളൊന്നുമല്ല. പുള്ളി ആരോടും ആ രീതിയിലൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു കുഴപ്പങ്ങളൊക്കെ വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആ പുള്ളീനെ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തർക്കിയാൽ നിൽക്കണ്ട, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയൊക്കെ ഒരു ചിന്തകൾ സിനിമയിലൊക്കെ അങ്ങനെയാണ്. ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ വിളിക്കില്ല ആരും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ താഴെപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ ഇത് മോഹൻലാലിന് വേണ്ടിയിട്ട് MG ശ്രീകുമാർ പാടിയപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല മാച്ചിങ്. അപ്പം മോഹൻലാലിന് ഒരുപാട് വർക്കുള്ളത് കൊണ്ട് MG ശ്രീകുമാറും അവിടെ രക്ഷപ്പെടുകയാണ്, പുള്ളിക്കും അതനുസരിച്ച് വർക്ക് കിട്ടുകയാണ്. ഏതായാലും ഓരോരുത്തർക്ക് ഓരോന്ന് കാലം കാത്തു വച്ചിട്ടുണ്ടാവും. ഈ യേശുദാസിന് വേണ്ടി അദ്ദേഹത്തിന് ഉയരാൻ പ്രേംനസീർ ഒരു കാരണമായി. കാരണം പ്രേംനസീർ അത്രയും കൂടുതൽ പടം അഭിനയിച്ചു, അതനുസരിച്ച് വർക്കുകൾ യേശുദാസിന് കിട്ടി. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും വേറെ സ്ഥലങ്ങളിൽ പാടാൻ വരുന്നു, അങ്ങനെ ഉയർന്നു വരികയാണ്. പുതിയ തലമുറയിൽ ഇപ്പോൾ വന്ന മമ്മൂട്ടിക്ക് ജയചന്ദ്രൻ പാടിക്കഴിഞ്ഞാൽ മാച്ചല്ല, അസമയം യേശുദാസിന് ഓക്കെയാണ്. ഇപ്പോൾ കുഞ്ചാക്കോ ബോബന് വരെയും യേശുദാസ് പാടിക്കഴിഞ്ഞാൽ നമുക്കൊരു അസ്വസ്ഥത തോന്നില്ല. പക്ഷേ ജയചന്ദ്രൻ്റെ പാടിക്കുമ്പോൾ നമുക്ക് ഒരു മാച്ചല്ല. പക്ഷേ ജയചന്ദ്രൻ്റെ പാട്ടാണ് ഗാനമേളയ്ക്ക് കേൾക്കാൻ എന്ത് രസമാണെന്ന് അറിയാമോ. ദാസേട്ടൻ വന്നിട്ട് ഗാനമേളയ്ക്ക് പാടി നമുക്ക് അത്ര സുഖം കിട്ടില്ല. കാരണം പുള്ളി സ്റ്റുഡിയോ പാടുന്ന സ്റ്റൈലല്ല പുള്ളി പുറത്ത് പാടുന്നത്. പക്ഷേ ഇദ്ദേഹം ജയചന്ദ്രൻ സ്റ്റുഡിയോ പാടുന്നതും പുറത്ത് പാടുന്നതും ഒരേമാതിരി തന്നെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഗാനമേളയൊക്കെ എപ്പോഴും കേൾക്കാൻ രസം ഈ ജയചന്ദ്രനാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ്, ഈ കാരണമാണ് ഇദ്ദേഹത്തിന് ഇച്ചിരി വർക്ക് സ്വല്പം കുറയാൻ കാരണം.
ഏതായാലും ഇവരുടെയൊക്കെ പാട്ടുകൾ നമ്മൾ കേൾക്കാതിരിക്കില്ല. ഇപ്പോൾ അമ്പലത്തിൽ വിഘ്നേശ്വര ജന്മ നാളികേരം നിൻ്റെ തൃക്കാൽക്കൽ ഉടയ്ക്കുവാൻ വന്നു, നല്ലൊരു പാട്ടല്ലേ നമ്മൾ അമ്പലത്തിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അക്കാൽ ദിവസവും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ദാസേട്ടനും ഒരുപാട് പാട്ടുകൾ, ഭക്തിഗാനങ്ങൾ, ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളും മുസ്ലിം ഭക്തി എല്ലാം പാടിയിട്ടുണ്ട്. അപ്പോൾ അമ്പലങ്ങളിലും പള്ളിയിലൊക്കെ നമുക്ക് മിക്കവാറും പുറത്തേക്ക് ഗാനങ്ങൾ വയ്ക്കുമ്പോൾ കേൾക്കാൻ പറ്റും. അതൊക്കെ ഈ മലയാളികളുടെ എന്നും ഹൃദയത്തിൽ നിന്ന് അവർ മാറില്ല. ജീവിച്ചിരിക്കുന്ന കാലഘട്ടം കാര്യം പുതിയ തലമുറയിലെ ആളുകൾ പാടുന്ന ആ പാട്ടൊന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നില്ല. ഇപ്പോഴും കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ പിള്ളേരൊക്കെ പഴയ പാട്ടുകൾ തന്നെ, ഇവരൊക്കെ പാടിയ ആ പഴയ പാട്ടുകളാണ് പാടുന്നത്. മിക്കവാറും വയലാറിൻ്റെയൊക്കെ എഴുതിയ, അതുപോലെ ദേവരാജൻ മാസ്റ്ററൊക്കെ സംഗീതം കൊടുത്ത പാട്ടുകളാണ്, ONV എഴുതിയ പാട്ടുകൾ, അതുപോലെയുള്ള പാട്ടുകളാണ് ഇവരൊക്കെ പാടുന്നത്, കോമ്പറ്റീഷനൊക്കെ പാടുന്നത്. കാരണം അതൊന്നും മനസ്സിൽ നിന്ന് പോയില്ല, മനസ്സിൽ തറഞ്ഞിരിക്കും. അർത്ഥവത്തായിട്ടുള്ള പാട്ടുകളാണ് അതെല്ലാം. നല്ല അടിപൊളി സംഗീതവും, അതൊക്കെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല. അപ്പോൾ ജയേന്ദ്രൻ എന്ന് പറയുന്ന ആൾ നമ്മളെ വിട്ടുപോയാലും നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. അദ്ദേഹത്തിന് പാട്ട് പറയാനുള്ള കുറേ കാര്യങ്ങൾ, പുള്ളിയുടെ കുറച്ച് ശാഠ്യങ്ങളും ഇത് പറഞ്ഞുള്ള അവസരങ്ങൾ പുള്ളിക്ക് കിട്ടാത്തതിൻ്റെ കാരണങ്ങൾ മലയാളത്തിലൊക്കെ, പുള്ളി വേറെ ഭാഷയിലൊക്കെ ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട്, കർണാടകത്തിലും തമിഴിലൊക്കെ പാടിയിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട്. അത് ഭാഗ്യം ചെയ്ത ആൾ തന്നെയാണ്. 80 വയസ്സ് വരെയും ജീവിച്ചിരുന്നു, അതൊക്കെ തന്നെ ഭാഗ്യം തന്നെയുള്ളൂ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ജയേന്ദ്രൻ നമ്മുടെ മനസ്സിൽ താഴ്ന്ന ഒരു യേശുദാസിനൊക്കെയും താഴ്ന്ന ആൾ തന്നെയല്ല, ഒപ്പം തന്നെ നിൽക്കുന്ന ആളാണ്. പിന്നെ ഇതിൻ്റെ വ്യത്യാസം ഇതാണ്.